ഹായ് ഇന്ത്യ ഗ്ലിറ്റ്സ് വ്യൂവേഴ്സ്. അതെ, വളരെയധികം സന്തോഷം. സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചതിൽ വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. വെള്ളിമൂങ്ങ ടീം മൊത്തം സന്തോഷത്തിലാണ്. തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിലാണ് ചിത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ബന്ധു വഴിയാണ് ജോജി തോമസ് എന്ന് പറഞ്ഞ തിരക്കഥാകൃത്ത് എൻ്റെ അടുത്ത് വരുന്നത്. വേറെ ഏതെങ്കിലും സംവിധായകർക്ക് വേണ്ടിയിട്ടൊരു റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് ഈ കഥ, അപ്പോൾ ഞാൻ ജോജിയുടെ അടുത്ത് പറഞ്ഞത്, ഈ കഥ കേട്ട് എനിക്കിഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ വേറെ സംവിധായകരുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ. അതിനുശേഷം ഞാൻ കഥ കേട്ടപ്പോൾ എനിക്കതിലൊരു ക്യാരക്ടർ മാത്രമാണ് ജോജിയുടെ കഥയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. മാമച്ചൻ എന്ന് പറഞ്ഞ ഒരു ദേശീയ പാർട്ടിയുടെ ലോക്കൽ നേതാവ്. ആ മാമച്ചനെ മാത്രമേ ഞാൻ ആ കഥയിൽ നിന്ന് എടുത്തുള്ളൂ, ജോജി അന്ന് പറഞ്ഞ കഥയിൽ നിന്ന്. പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് ആഴ്ചകളിൽ ഒരുമിച്ച് കൂടി വേറൊരു കഥ രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു. ജോജിയുടെ ക്യാരക്ടേഴ്സിനെ ആ ക്യാരക്ടറിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് മലയോര ഇതിൽ നിന്നുകൊണ്ട് ഒരു കഥ പറയാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അങ്ങനെ ഒരു പുതിയൊരു കഥ ഞങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത് വേറെ സംവിധായകരെ സമീപിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് സംവിധായകരെ സമീപിക്കുകയും, പക്ഷേ അവരത് ബിജു മേനൻ്റെ താര ഇതാണോ അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, കഥ ഇഷ്ടപ്പെടാകുകയാണോ എന്നറിയില്ല, അത് അവർ ഉപേക്ഷിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ. അപ്പോൾ ജോജിയുടെ വിഷമം കണ്ടപ്പോൾ ഞാൻ ജോജിയുടെ അടുത്ത് പറഞ്ഞു, ജോജി ഏതായാലും ഞാൻ മാമച്ചനെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. മാമച്ചൻ്റെ ഈ കഥ ആരും ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഈ സംവിധാന രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ മൂക്കി കൂടെ പല്ലി ഇറങ്ങി നിൽക്കുന്നു. ക്യാമറമാൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ ഈ സിനിമയിലെ സിനിമോഗ്രാഫിയിൽ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ ഷോട്ട് വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ഷോട്ടിൽ നമ്മളൊരു അതിൻ്റെ പ്ലാനിങ്ങിലെല്ലാം എന്നെ ആ സിനിമോഗ്രാഫറെ അതിൻ്റെ ഒരു ഗുണമുണ്ടായിരുന്നു. ഒരു ലൈറ്റിങ് വയസ്സായാലും ഈ ഒരു ആംഗിളിലുള്ള സീൻസ് ഷോട്ടുകൾ തീർക്കാം. അതിനുശേഷം മറ്റേ അങ്ങനത്തെ ചില ഗുണങ്ങളല്ലാതെ ഞാൻ ആ ഒരു ഏരിയയിലേക്ക്, അത് വിഷ്ണു എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ എന്തെങ്കിലും സിനിമോഗ്രാഫിയുടെ ഒരു ഇതുണ്ടെങ്കിൽ അത് വിഷ്ണുവിന് മാത്രം അവകാശപ്പെട്ടാണ്. ഞാനതിൽ ഒരു തരത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. മാമച്ചൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യാരക്ടർ രൂപപ്പെടുത്തുമ്പോൾ അതിനുള്ള ചില മാനറിസങ്ങൾ, അത് നിലവിലിപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, എൻ്റെയും സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു കാഴ്ചപ്പാടിൽ ബിജുവിന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ബിജുവിൻ്റെ ചില മടികൾ, ബിജുവിൻ്റെ ചില സംസാര രീതികൾ, പിന്നെ ആർക്കും ഇഷ്ടപ്പെടുന്നൊരു രൂപം, ഇതെല്ലാമാണ് ഞാൻ ബിജുവിലേക്ക് എത്തിയത്. പക്ഷേ അത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടായെങ്കിലും ഇപ്പോൾ സിനിമ ഓടുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. ഈ സഞ്ചി എത്തോട്ട് വെച്ചേരെ. നീ തിരുവനന്തപുരത്തിന് പോകുന്നില്ലയോ? എന്നാത്തിനാ ആ ഫ്ലോ അങ്ങ് പോയി. സ്വാഭാവികമായിട്ടും ഒരു പുതിയ ഡയറക്ടർക്ക് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ടായി. ബിജു മേനൻ എന്നുള്ള ഒരു ഇപ്പോഴത്തെ നിലയിൽ സാറ്റലൈറ്റ് വാല്യൂ അങ്ങനത്തെ പുതിയ അതിൽ ബിജു സിംഗിൾ ഹീറോ ആയിട്ട് ചെയ്യാത്തിടത്തോളം കാലം എനിക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. പ്രൊഡ്യൂസർമാർ പലരും ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു പോയി. പുതിയൊരു പ്രൊഡ്യൂസർ കിട്ടാൻ വീണ്ടും ബുദ്ധിമുട്ടി. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 വർഷത്തെ അധ്വാനമാണ് ഇപ്പോൾ നമുക്ക് വിജയത്തിലെത്തിക്കാൻ പറ്റുക. അത് ഏറ്റവും അവസാനം നമ്മൾ ഇതൊന്നും നോക്കാതെ, ബിസിനസ്സുകളൊന്നും നോക്കാതെ, ശശിധരൻ ഉള്ളാട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഡ്യൂസർ എനിക്ക് തന്ന സപ്പോർട്ടാണ്. അതാണ് ഈ ചിത്രത്തിൻ്റെ വലിയൊരു വിജയത്തിന് കാരണം. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വിഷ്ണു നാരായണനാണ് എൻ്റെ കൂടെ. ഞാൻ സാലു ജോർജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാണ് വിഷ്ണുവാണ് ഇതിൻ്റെ സിനിമോഗ്രാഫി. തിരക്കഥ ഞാൻ അറിയാമല്ലോ, ജോജി തോമസ് നെസ്റ്റിലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ജോജിയുടെ നാട്ടിലെ, അതായത് കണ്ണൂരിൽ നിന്നുള്ള ഒരു കുടിയേറ്റ ഗ്രാമത്തിലെ ആ ബാക്ക്ഗ്രൗണ്ടാണ്. അത് ജോജിയുടെ സ്ഥലം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ആ റൈറ്ററുടെ നമ്മൾ പറയുന്ന ഇരിക്കൂർ, ഉദയഗിരി, ഇതെല്ലാം നമ്മൾ സിനിമയിൽ പറയുന്ന എല്ലാം ജോജിയുടെ നാട്ടിലുള്ളതാണ്. പിന്നെ അപ്പോൾ ജോജിയുടെ തിരക്കഥ എനിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ എഡിറ്റർ, നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ എഡിറ്ററാണ് സൂരജ്. നിരവധി പരസ്യചിത്രങ്ങൾക്ക് അദ്ദേഹം എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുണ്ടെങ്കിലും സിനിമ ആദ്യമാണ്. സിനിമയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, അസിസ്റ്റൻ്റായിട്ട് നിറയെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമ ആദ്യമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എഡിറ്റിങ് നമുക്ക് ഒരു പുതിയ എഡിറ്ററാണെന്ന് പറയാത്ത രീതിയിൽ അത്രയും മനോഹരമായിരുന്നു. പിന്നെ
ബിജിപാൽ എന്നെ ഏറ്റവും കൂടുതൽ സൂരജിൻ്റെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ സിനിമയെ സഹായിച്ചിട്ടുള്ളൊരു ഘടകം മ്യൂസിക്കാണ്. അതേപോലെ ആർട്ട് ഡയറക്ടർ നമ്മുടെ ഇരിക്കൂർ എന്ന് പറഞ്ഞ ഗ്രാമം നമ്മൾ തൊടുപുഴയിൽ സെറ്റ് ഇടുകയുണ്ടായത്. അത് എനിക്ക് സാധ്യമാക്കി തന്നത് വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ അജയൻ മങ്ങാട്ട്, ആർട്ട് ഡയറക്ടർ അജയൻ മങ്ങാട്ടാണ് അത് സാധിച്ചു തന്നത്. പിന്നെ കോസ്റ്റ്യൂം ഡിസൈനർ സഖി എൽസ തോമസ്, പിന്നെ മേക്കപ്പ് ഹസൻ വണ്ടൂർ. പയ്യൻ എന്നാ പണി? പണിയായിട്ടൊന്നുമില്ല, ഇച്ചിരി സ്ഥലമുണ്ട്, കുറച്ച് രാഷ്ട്രീയവും. ഇതിൽ ബാക്കിയുള്ള താരങ്ങൾ അജു വർഗീസ്, പിന്നെ ടിനി ടോം, സിദ്ദിഖ്, ലെന, എല്ലാവർക്കും ചെറിയ ഇപ്പോൾ അജു ടിനി ടോം ത്രൂ ഔട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും എല്ലാവരും മറ്റേ വീണ നായർ, പാഷാണം ഷാജി, കലിംഗ ശശി, എല്ലാവർക്കും അവരുടേതായ ചെറിയ ഇതാണെങ്കിൽ കൂടി അവർക്ക് അവരുടേതായ ഇത് കാണിക്കാവുന്ന ചില മുഹൂർത്തങ്ങളുണ്ട് ഈ സിനിമയിൽ. ഷൂട്ടിങ്ങിനിടയ്ക്ക് നമ്മൾ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്താണ് നമ്മൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ബിജു മേനോൻ നമ്മുടെ സിനിമയിലൊരു സ്ഥാനാർത്ഥിയായിട്ട് കുറച്ച് എലക്ഷൻ പോർഷനുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഷൂട്ട് ചെയ്യാൻ ചിലപ്പോൾ ജീപ്പിൻ്റെ മുകളിലേക്ക് നിന്നിട്ട് പോകുമ്പോൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അതായത് ബിജുവിൻ ഇലക്ഷൻ നിൽക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ ചാനലുകാർ വരുന്നു, പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അറിയുന്നത് ബിജുവിനാണ് അത് ഷൂട്ടിംഗ് ആണെന്ന്. അങ്ങനത്തെ കുറേ നല്ല മുഹൂർത്തങ്ങളുണ്ടായിട്ടുണ്ട്. നായിക 1983 എന്ന ചിത്രത്തിലൂടെ പ്രശസ്തയായ നിക്കി ഗൽറാണിയാണ്. അത് നമ്മൾ ബിജുമേൻ്റെ നായികയാവാൻ നമ്മൾ പലരെയും അതെങ്കിലും ഈ പ്രായ വ്യത്യാസം നമുക്കൊരു സിനിമയിൽ ഒരു വലിയ ഘടകമാണ്. അന്ന് ബിജുമേനോൻ്റെ കൂടെ ആപ്റ്റായിട്ട് തോന്നുകയും വേണം. അപ്പോൾ അങ്ങനെ അവസാനത്തെ ഇതിലാണ് 83 എന്ന സിനിമ കണ്ടപ്പോൾ ഞാൻ ബിജുവിനടുത്ത് പറഞ്ഞപ്പോൾ ബിജുവിനും ഇഷ്ടമായി. അങ്ങനെ എല്ലാവരും അങ്ങനെയാണ് നിക്കി ഗൽറാണിയിലേക്ക് എത്തിയത്. അടുത്ത ചിത്രം എന്തായാലും ഞാനൊരു 2-3 സിനിമകൾ ഇനി സിനിമോഗ്രാഫി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഏതെങ്കിലും സംവിധായകർ വിളിക്കുകയാണെങ്കിൽ, പിന്നെ ഡയറക്ടർ ആയതുകൊണ്ട് വിളിക്കുക, അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ പ്രൊഫഷൻ സിനിമോഗ്രാഫിയാണ്. അതിലിനിയും നല്ല സിനിമകൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ മാമച്ചനെ പോലത്തുള്ള ക്യാരക്ടേഴ്സും വെള്ളിമൂങ്ങയെ പോലത്തെ കഥകളും വരികയാണെങ്കിൽ തീർച്ചയായും ഇനിയും സംവിധാനം ഉണ്ടാവും. നന്ദി.